നമസ്കാരം. ലോക ബഹിരാകാശ ചരിത്രത്തിൽ സുവർണാക്ഷരങ്ങൾ എഴുതപ്പെട്ട ഒന്നാണ് ഭാരതത്തിൻ്റെ മംഗൾയാൻ അഥവാ മാർസ് ഓർബിറ്റർ മിഷൻ. അതിനൂതന സാങ്കേതിക വിദ്യകളും കുറഞ്ഞ ചെലവും സമന്വയിപ്പിച്ച് ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പേടകത്തെ എത്തിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ മിടുക്കിനെ ലോകം ഒന്നടങ്കം ആദരവോടെയാണ് നിരീക്ഷിച്ചത്. എന്നാൽ ആ വിജയത്തിന് മുന്നിൽ അടിയുറച്ച ശാസ്ത്രബോധം മാത്രമല്ല, തനതായ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ അടയാളങ്ങളും ഉണ്ടായിരുന്നുവെന്ന് കാലം തെളിയിക്കുകയാണ്. മംഗൾയാൻ ദൗത്യത്തിൻ്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുൻനിര വനിതാ ശാസ്ത്രജ്ഞരിൽ ഒരാളായ നന്ദിനി ഹരിനാഥിൻ്റെ സാരി ദൗത്യം വിജയകരമായി പൂർത്തിയായി ഒരു പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ലോകപ്രശസ്തമായ US ബഹിരാകാശ മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ശാസ്ത്രത്തോടൊപ്പം തന്നെ ഇന്ത്യൻ തനിമയ്ക്കും സ്ത്രീ ശക്തിക്കും നൽകിയ ഹൃദയസ്പർശിയായ ഈ ആദരം ആഗോളതലത്തിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. വാഷിംഗ്ടണിലെ പ്രശസ്തമായ സ്മിത്സോണിയൻ നാഷണൽ എയർ ആൻഡ് സ്പേസ് മ്യൂസിയത്തിലാണ് ഈ സാരി സ്ഥാനം പിടിച്ചിരിക്കുന്നത്. മംഗൾയാൻ ദൗത്യത്തിൻ്റെ ഡെപ്യൂട്ടി ഓപ്പറേഷൻ ഡയറക്ടറായിരുന്ന നന്ദിനി ഹരിനാഥ് BBC നൽകിയ അഭിമുഖത്തിലാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ആ ദിവസത്തെ ഓർമ്മകൾ പങ്കുവച്ചത്. ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ സർവനാശം എന്ന രീതിയിൽ കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു ശാസ്ത്രജ്ഞർ അന്ന്. പേടകത്തെ ഭൂമിയിലെ ഭ്രമണപഥത്തിൽ നിന്ന് പുറത്തു കടത്തി ചൊവ്വയിലേക്കുള്ള 300 ദിവസത്തെ ദീർഘദൂര യാത്രയ്ക്ക് തുടക്കം കുറിക്കേണ്ട ഏറ്റവും സങ്കീർണമായ ദൗത്യമായിരുന്നു അന്ന് നടക്കേണ്ടിയിരുന്നത്. പേടകം എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം, എപ്പോൾ പോകണമെന്ന് കൃത്യമായി തീരുമാനിക്കേണ്ട നിയന്ത്രണം മുഴുവൻ ISROയുടെ കൺട്രോൾ റൂമിലുള്ള ശാസ്ത്രജ്ഞരുടെ കൈകളിലായിരുന്നു. ആ സുപ്രധാന ദിനമായ 2013 ഡിസംബറിലെ ആ ദിവസം താൻ ധരിച്ചിരുന്ന ചുവപ്പും നീലയും കലർന്ന പട്ടുസാരിയാണ് ഇപ്പോൾ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നതെന്ന് നന്ദിനി അഭിമാനത്തോടെ ഓർക്കുന്നു. കൺട്രോൾ റൂമിലെ കമ്പ്യൂട്ടർ സ്ക്രീനുകളിലേക്ക് കണ്ണുനട്ടിരുന്ന് ശ്വാസം അടക്കിപ്പിടിച്ച ആ നിമിഷങ്ങളിലെല്ലാം ശാസ്ത്രജ്ഞരുടെ നിശ്ചയദാർഢ്യം മാത്രമായിരുന്നു ആ വിജയത്തിന് പിന്നിൽ. അന്തർഗ്രഹ ശാസ്ത്രശേഖരത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്ന് സ്മിത്സോണിയൻ മ്യൂസിയത്തിൽ എത്തുന്ന ആദ്യത്തെ വസ്തുവാണ് നന്ദിനി ഹരിനാഥിൻ്റെ ഈ സാരി എന്നത് ഈ നേട്ടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. കേവലം 6 മുതൽ 10 മാസം വരെ മാത്രം ആയുസ് പ്രവചിക്കപ്പെട്ടിരുന്ന മംഗൾയാൻ പേടകം എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ച് നീണ്ട 8 വർഷക്കാലമാണ് ചൊവ്വ ഭ്രമണപഥത്തിൽ നിലകൊണ്ട് അവിടുത്തെ ഉപരിതലത്തെയും അന്തരീക്ഷത്തെയും കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ ഭൂമിയിലേക്ക് അയച്ചത്. ഈ അപൂർവ നേട്ടം കൈവരിച്ചതോടെ ചൊവ്വയിൽ എത്തുന്ന ആദ്യ ഏഷ്യൻ രാജ്യമായും ലോകത്തിലെ 4ാമത്തെ രാജ്യമായും ഭാരതം മാറി. മംഗൾയാൻ ദൗത്യത്തിന് നേതൃത്വം നൽകിയ നന്ദിനി ഹരിനാഥ്, അനുരാധ TK, ഋതു കരുതാൽ തുടങ്ങിയ വനിതാ ശാസ്ത്രജ്ഞർ അക്കാലത്ത് വലിയ വാർത്താ പ്രാധാന്യവും നേടിയിരുന്നു. പുരുഷാധിപത്യമുള്ള റോക്കറ്റ് സയൻസ് എന്ന മേഖലയിലേക്ക് കടന്നു വരാൻ ഇന്ത്യൻ യുവതലമുറയിലെ ആയിരക്കണക്കിന് പെൺകുട്ടികൾക്ക് ഇവർ വലിയൊരു പ്രചോദനമായി മാറി. മ്യൂസിയത്തിൻ്റെ ഔദ്യോഗിക സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെയാണ് ഈ സന്തോഷ വാർത്ത ആഗോളതലത്തിൽ പങ്കുവയ്ക്കപ്പെട്ടത്. ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്ന് വിശേഷിക്കപ്പെടുന്ന നന്ദിനി ഹരിനാഥ് ധരിച്ച ഈ സാരിക്ക് വലിയൊരു സാംസ്കാരിക പ്രാധാന്യമുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നേട്ടങ്ങൾക്കൊപ്പം തന്നെ തങ്ങളുടെ ദേശീയ സ്വത്വത്തെ മുറുകെ പിടിച്ചാണ് ഈ വനിതാ ശാസ്ത്രജ്ഞർ കൺട്രോൾ റൂമിൽ ചരിത്രം സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സാരികൾ ഭാരതത്തിൻ്റെ ബഹിരാകാശ വിജയത്തിൻ്റെയും സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും പ്രതീകമായി മാറിയെന്ന് മ്യൂസിയം അധികൃതർ സാക്ഷ്യപ്പെടുത്തുന്നു. വാഷിംഗ്ടണിലെ മ്യൂസിയത്തിലുള്ള ഫ്യൂച്ചേഴ്സ് ഇൻ സ്പേസ് എന്ന ഗാലറിയിലാണ് നിലവിൽ ഈ സാരി പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ബഹിരാകാശത്തേക്ക് ആര് പോകണം, നമ്മൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്, അവിടെ എത്തിയാൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ ആധുനിക ലോകത്തിൻ്റെ വലിയ ചോദ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സന്ദർശകരെ പ്രേരിപ്പിക്കുന്ന ഗാലറിയാണിത്. ISROയുടെ ശാസ്ത്ര സാങ്കേതിക മികവിനുള്ള ആഗോള അംഗീകാരമായി ഈ സംഭവത്തെ വിലയിരുത്താം. ബംഗളൂരുവിലെ ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ്സ് നെറ്റ്വർക്കിലെ കൺട്രോൾ റൂമിൽ നിന്നും അമേരിക്കയിലെ പ്രശസ്തമായ മ്യൂസിയത്തിൻ്റെ ഗ്ലാസ് കൂട്ടിലേക്കുള്ള ഈ പട്ടുസാരിയുടെ യാത്ര ഇന്ത്യൻ ശാസ്ത്രലോകത്തിൻ്റെ വളർച്ചയുടെ കഥയാണ് പറയുന്നത്. കഠിനാധ്വാനത്തിലൂടെയും പ്രതിഭയിലൂടെയും ലോകത്തിൻ്റെ നെറുകിലെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞരോടുള്ള ആഗോള സമൂഹത്തിൻ്റെ വലിയൊരു ആദരവായിട്ടാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. വരും തലമുറകൾക്ക് വലിയ രീതിയിൽ പ്രചോദനം നൽകുന്നതിനൊപ്പം തന്നെ വസ്ത്രധാരണത്തിലോ സംസ്കാരത്തിലോ മാറ്റം വരുത്താതെയും ലോകോത്തര ശാസ്ത്ര നേട്ടങ്ങൾ കൈവരിക്കാമെന്ന് ഈ അപൂർവ പ്രദർശനം ലോകത്തെ ഓർമ്മിപ്പിക്കും. വെബ് ഡെസ്ക് തത്വമയി TV.